അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിലെ ശതമാനത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മുടെ ശതമാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 153 കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിലെല്ലാം തന്നെ നാം പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തത് അല്ലേ? ഇപ്പോൾ കടകളിൽ നിന്ന് ലഭിക്കുന്ന റിഡക്ഷനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ബാങ്കിലെ പലിശ നിരക്ക് അല്ലേ? ഇതൊക്കെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എന്നാൽ ഈ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണോ നാം ഈ ശതമാനം എന്നുള്ളത് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പൊതുപരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് SLC മുതലുള്ള പൊതുപരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നാം പറയാറുണ്ട് അല്ലേ, നമ്മുടെ സ്കൂളിന് 98% വിജയം ലഭിച്ചു, അല്ലെങ്കിൽ 96% അല്ലെങ്കിൽ 90% എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ 90% അല്ലെങ്കിൽ 97% വിജയം ലഭിച്ചു എന്ന് പറയുന്നത് അതെന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നാം പഠിക്കുന്ന സ്കൂളിനൊരു 90% വിജയം ലഭിച്ചു എന്ന് പറയാം. ഇപ്പോൾ SLC പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിനൊരു 90% വിജയമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് 100 കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 100 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 90 കുട്ടികൾ ജയിച്ചു അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതേ ടൈപ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ 90% എന്ന് പറഞ്ഞാൽ എന്താണ്? 100ൽ 90 അല്ലേ? അപ്പോൾ ഇവിടെ 100 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 90 കുട്ടികൾ വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു 400 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അതായത് 400 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ മൊത്തം SLC പരീക്ഷ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ വിജയിച്ചിട്ടുണ്ടായിരിക്കും? നമുക്കറിയാം 90% അല്ലേ? അതായത് 400ൻ്റെ 90%. അപ്പോൾ 400 × 90/100 അല്ലേ? 90%. അപ്പോൾ നമുക്ക് നോക്കിയാൽ വെട്ടിപ്പോയി 0 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് വരും? 9 × 4 36, അതായത് 360. അപ്പോൾ 360 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ SLC പരീക്ഷയ്ക്ക് ജയിച്ചത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതേ ചോദ്യം തന്നെ ഒന്ന് തിരിച്ച് ചോദിക്കാമെന്ന് വിചാരിക്കാം. അതായത് ഒരു സ്കൂളിൽ SLC പരീക്ഷ കഴിഞ്ഞപ്പോൾ 360 കുട്ടികൾ വിജയിച്ചു, 360 കുട്ടികൾ പാസ്സായി. ആ സ്കൂളിൽ ആകെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ 90% പേരാണ് വിജയിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഈ 360 എന്ന് പറയുന്നത് അവിടെ പരീക്ഷ എഴുതിയ ആകെ കുട്ടികളുടെ 90%. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ചോദ്യം ക്ലിയർ ആയില്ലേ? അതായത് ഒരു സ്കൂളിൽ എത്ര കുട്ടികൾ SLCക്ക് ജയിച്ചു? 360 കുട്ടികൾ ജയിച്ചു. ഈ 360 കുട്ടികൾ എന്ന് പറയുന്നത് ആകെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ 90%. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും? ആകെ പരീക്ഷ എഴുതിയ കുട്ടികൾ എത്രയെന്ന് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ? അതായത് ആകെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ 90% ജയിച്ചത്, അത് 360 അല്ലേ? അതായത് ആകെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ 90% 360. ക്ലിയർ ആയില്ലേ? അതായത് ഇപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് പരീക്ഷ എഴുതിയ കുട്ടികൾ അതിൻ്റെ 90% 360 അല്ലേ? 90% എന്ന് പറഞ്ഞാൽ 90/100. അപ്പോൾ 90% 360. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയായിരിക്കും? അതായത് പരീക്ഷ എഴുതിയ കുട്ടികൾ എത്രയായിരിക്കും? ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കിതിൽ നിന്ന് ടോട്ടൽ സ്റ്റുഡൻസ് എത്ര പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും? അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ടോട്ടൽ സ്റ്റുഡൻസ്, അതായത് പരീക്ഷ എഴുതിയ ആകെ കുട്ടികൾ എത്രയായിരിക്കും? ഇവിടെ 360 അല്ലേ? ഈ സംഖ്യ എത്രയാണോ അത് 360. അതിന് നാം എന്ത് ചെയ്യണം? ഇൻറ്റു. നോക്കാം, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 90% അല്ലേ? 90/100. നാം എന്ത് ചെയ്യണം? ഇതിൻ്റെ വ്യുൽക്രമം, നമ്മൾ റെസിപ്രോക്കൽ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. അതായത് 100/90. അപ്പോൾ ഇവിടെ നോക്കിയേ, ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ മൊത്തം കുട്ടികളുടെ 90%, 90/100 ആണ് 360 അല്ലേ? നേരെ തിരിച്ച് പറയുകയാണെങ്കിലോ, 360ൻ്റെ 100/90 ഭാഗമാണ് ടോട്ടൽ സ്റ്റുഡൻസ്, അതായത് മൊത്തം പരീക്ഷ എഴുതിയ കുട്ടികൾ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ ചെയ്യും. നമ്മൾ 360 അല്ലേ? ഇതിനപ്പുറത്ത് 360 അങ്ങനെ തന്നെ കൊടുക്കുന്നു. നാം 90/100 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? നമ്മൾ വ്യുൽക്രമം ഇട്ട് അല്ലേ? വ്യുൽക്രമം കൊണ്ട് കുടിക്കുക. നമ്മൾ ആ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് 100/90. അപ്പോൾ നോക്കിയാൽ നമുക്ക് 0 വെട്ടിപ്പോയി. 9ന് നമുക്ക് 36, 4 പിന്നെ ഒരു 0 ഉണ്ട് അല്ലേ? 40. അപ്പോൾ 40 × 10 400. അപ്പോൾ ആകെ എത്ര സ്റ്റുഡൻസ് പരീക്ഷ എഴുതി? 400. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ,
അത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷിക്കാരനായിരിക്കോട്ടെ, അല്ലെങ്കിൽ പൈസ ആയിക്കോട്ടെ, എന്താ ആയിക്കോട്ടെ, ഇതിൻ്റെ ചുരുക്കം എന്താണ്? അതായത് ഏതോ ഒരു സംഖ്യയുടെ, കണ്ട ഇവിടെ ഏതോ ഒരു സംഖ്യ, അതെന്ത് വേണമെങ്കിലും ആവട്ടെ, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 90%, 90/100, 90%മാണ് 360, അല്ലേ? അപ്പോൾ നമുക്ക് ഈ സംഖ്യ ഏതാണ്? അപ്പോൾ സംഖ്യ എന്നുള്ളത് അപ്പോൾ അത് കൃഷിക്കാരെണ്ണായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരെണ്ണായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ രൂപത്തിൽ ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്ന കാര്യം ഇതേപോലെ എഴുതാം. കണ്ടില്ലേ? ഏതോ, അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് ആകുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ 90%മാണ് 360. ഇത്ര പേര് ജയിച്ചു, അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 360നെ 360 ഇൻറ്റു ഇത് മറിച്ചിടാം. വേറൊന്നും ചെയ്യണ്ട, 100/90. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് 1-2 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 184 കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഓഫ് ദി 50 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ 80% ആർ വിമൺ. ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദയർ ഇൻ ദി സ്കൂൾ? അതായത് 50 അധ്യാപകരുള്ള ഒരു സ്കൂളിൽ 80% എന്താണ്? സ്ത്രീകളാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകളുണ്ടായിരിക്കും? ആ സ്കൂളിൽ അധ്യാപകരായിട്ട് എത്ര സ്ത്രീകളുണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാം, അല്ലേ? നമ്മളിവിടെ തന്നിട്ടുണ്ട് ആകെ എത്ര അധ്യാപകരുണ്ട്? 50 അധ്യാപകരുണ്ട്. അതിൽ 80% സ്ത്രീകൾ, അല്ലേ? അപ്പോൾ 50ന്റെ 80% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. അതായത് ആകെ അധ്യാപകരുടെ എണ്ണം എത്രയാണ്? 50 പേര്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ്, അതായത് അധ്യാപികമാരുടെ എണ്ണം എത്രയാണ്? എത്ര ശതമാനമുണ്ട്? 80%, അല്ലേ? 80% അധ്യാപികമാരാണ്. അപ്പം എന്ത് വേണം? 50ന്റെ 80%, അല്ലേ? അപ്പം 50 ആകെ 50 അധ്യാപകർ, അതിൽ 80% എന്ന് പറഞ്ഞാൽ 80/100. അപ്പോൾ നോക്കിയാൽ 0 ക്യാൻസൽ ചെയ്തു, ഈ 0 പോയി, ബാക്കി എത്ര വരും? 8 × 5 40. അപ്പം അവിടെ 40 അധ്യാപികമാരുണ്ട്. മനസ്സിലായല്ലോ? വളരെ എളുപ്പം, അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. 1450 persons voted in an election contested by 2 persons. The winner got 52% of the votes. How many votes did he get? എന്താണ് ചോദ്യം? അതായത് 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 1450 പേര് വോട്ട് രേഖപ്പെടുത്തി, അല്ലേ? ഇനി ആ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി? 52% വോട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി, അല്ലേ? അപ്പോൾ ഇവിടെ 1450 പേര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര വോട്ട് ഉണ്ടാവും? 1450 വോട്ട് തന്നെ, അല്ലേ? അപ്പോൾ കള്ള വോട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതേ വോട്ട് തന്നെ ആയിരിക്കും. അതായത് 1450 വോട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ജയിച്ച ആൾക്ക് 52% വോട്ട് കിട്ടി, അല്ലേ? അപ്പോൾ നമുക്ക് ജയിച്ച ആൾ കിട്ടിയ വോട്ടുകൾ കാണാമല്ലോ. എന്ത് ചെയ്താൽ മതി? 1450ന്റെ 52% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് കിട്ടി, അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ വോട്ട്സ്, അല്ലേ? ആകെ വോട്ടുകൾ, ടോട്ടൽ വോട്ട്സ്. ആകെ വോട്ടുകൾ എത്രയുണ്ട്? ആകെ വോട്ടുകൾ 1450, അല്ലേ? ഇനി ജയിച്ചാൽ കിട്ടിയ വോട്ട്, അല്ലേ? അപ്പോൾ വോട്ട്സ് ദാറ്റ് ദി വിന്നർ ഗോട്ട്, അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? എത്ര ശതമാനം കിട്ടി? 52% വോട്ടുകൾ കിട്ടി, അല്ലേ? അതായത് ഈ 1450ന്റെ 52% വോട്ട്, അല്ലേ? അപ്പോൾ 1450 × 52/100, അല്ലേ? അപ്പോൾ നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് എന്ത് ചെയ്യാം? 145 × 52, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 145 × 52 ഗുണിച്ച് നോക്കിയാൽ 7540 കിട്ടി, അല്ലേ? ഇനി ബൈ 10 ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഇങ്ങോട്ട്, ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 754. അപ്പോൾ = 754. അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് കിട്ടി 754. അപ്പോൾ ആദ്യത്തേന് നമ്മുടെ ഉത്തരമായി, അല്ലേ? ഇനി രണ്ടാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബൈ ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി വിൻ? എത്ര വോട്ടുകൾക്കാണ് ഇദ്ദേഹം വിജയിച്ചത്?
അപ്പോൾ എത്ര വോട്ടുകൾക്കാണ് ഇങ്ങൊരു വിജയിച്ചതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? നമ്മൾ തോറ്റ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടിയെന്നൊന്ന് കാണണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വോട്ട്സ് ദാറ്റ് ദി ലോസർ ഗോട്ട്, അതായത് എന്താണ്? തോറ്റ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? ആകെ 1450 വോട്ടാണ് പോൾ ചെയ്തത് അല്ലേ? അതിൽ നിന്ന് 754 വോട്ട് ആർക്ക് കിട്ടി? ജയിച്ചാൽ കിട്ടി അല്ലേ? അപ്പോൾ ബാക്കി കുറച്ചാൽ എത്ര കിട്ടും? 696. അപ്പോൾ 696 വോട്ടുകളാണ് നമ്മൾ തോറ്റ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്ര വോട്ടിന് വിജയിച്ചിട്ടുണ്ടായിരിക്കും? ജയിച്ച സ്ഥാനാർത്ഥി വോട്ടിൽ നിന്ന് ഈ വോട്ട് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് മാർജിൻ, അതായത് ഭൂരിപക്ഷം എത്രയായിരിക്കും? ഭൂരിപക്ഷം 754 നിന്ന് 696 കുറയ്ക്കുക അല്ലേ? ജയിച്ച വോട്ടിൽ നിന്ന്, ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് തോറ്റ ആൾക്ക് കിട്ടിയ വോട്ട് കുറയ്ക്കുക. അത്ര കിട്ടും നമുക്ക് 8, 5 അല്ലേ? അപ്പോൾ 58 വോട്ട്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 1200 kids took an exam and 65% of them got A grade. How many are they? വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യം. 1200 കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയിൽ 65% കുട്ടികൾക്ക് എന്ത് കിട്ടി? എ ഗ്രേഡ് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടി? വളരെ ഈസി ആയ ഒരു ചോദ്യം. അപ്പോൾ നോക്കിയേ, ആദ്യം നമുക്ക് ടോട്ടൽ കിഡ്സ്, ആകെ കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നു? 1200 പേര് അല്ലേ? 1200 പേര് പരീക്ഷയ്ക്ക് എഴുതി. ഇനി നമ്പർ ഓഫ് കിഡ്സ് വിത്ത് എ ഗ്രേഡ്. അപ്പോൾ എ ഗ്രേഡ് നേടിയ കുട്ടികളെ എത്ര ശതമാനമാണ്? 65%. അതായത് 1200ന്റെ 65% പേർക്ക് എന്ത് കിട്ടി? എ ഗ്രേഡ് കിട്ടി അല്ലേ? 1200 ഇൻറ്റു 65/100 അല്ലേ? എത്ര കിട്ടി? 2 ക്യാൻസൽ ചെയ്ത് ബാക്കി 12 ഇൻറ്റു 65 എത്ര കിട്ടുമെന്ന് നോക്കിയാൽ 780 അല്ലേ? അപ്പോൾ 780 കുട്ടികൾക്ക് എന്ത് കിട്ടി? എ ഗ്രേഡ് കിട്ടി. അപ്പോൾ ഇതും വളരെ എളുപ്പമുള്ള ചോദ്യം അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. There are 32 coconut palms in a compound. This is 50% of the total number of trees in the compound. What is the total number of trees? ഈ ചോദ്യം ശരിക്കും വായിച്ചു നോക്കിയേ. എന്താണ് അത് പറഞ്ഞിട്ടുള്ളത്? ഒരു കോമ്പൗണ്ടിൽ എത്ര തെങ്ങുകളുണ്ട്? 32 തെങ്ങുകളുണ്ട് അല്ലേ? അത് ആകെയുള്ള മരങ്ങളുടെ, അവിടെയുള്ള ആകെ മരങ്ങളുടെ 50%. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മരങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ? നമ്മൾ ഈ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇത്തരം ചോദ്യങ്ങൾ. അപ്പോൾ നോക്കിയേ, ആകെ 32 തെങ്ങുകളുണ്ട്. ഈ 32 തെങ്ങുകൾ എന്ന് പറഞ്ഞാൽ ആകെ അവിടെയുള്ള മരങ്ങളുടെ 50%. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എത്ര മരങ്ങളുണ്ട് എന്നാൽ ആകെ എത്ര മരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അവിടെയുള്ള ആകെ മരങ്ങളുടെ 50%ആണ് തെങ്ങുകളുള്ളത് അല്ലേ? അപ്പോൾ ആകെ ഉള്ള മരങ്ങളുടെ 50%ആണ് 32. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആകെ മരങ്ങളുടെ എണ്ണത്തിന്റെ 50%ആണ് 32. അപ്പോൾ നമുക്ക് ആദ്യം അതങ്ങോട്ട് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. ആകെ ഉള്ള മരങ്ങൾ അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്, ആകെ ഉള്ള മരങ്ങളുടെ എണ്ണം, അതിൻ്റെ 50%ആണ് 50/100. 50% എത്ര? തെങ്ങുകളുടെ എണ്ണം 2. മനസ്സിലായില്ലേ? ഇത്ര എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എഴുതി നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് നോക്കിയാൽ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള കാര്യം അതേപോലെ എഴുതാം. ഇപ്പം നമുക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ആകെ കുറേ മരങ്ങളുണ്ട്, അതിൻ്റെ 50%ആണ് തെങ്ങുകളുടെ എണ്ണം അല്ലേ? അതായത് ആകെയുള്ള മരങ്ങളുടെ 50%, 50/100 = 32 തെങ്ങുകൾ അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആകെ മരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്. അപ്പോൾ ആകെ എത്ര മരങ്ങളുണ്ടായിരിക്കും? നാം പറഞ്ഞു അല്ലേ? എങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എങ്ങനെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 32 ഉണ്ട്. അപ്പോൾ 32 അതേ രൂപത്തിൽ എഴുതി. അപ്പോൾ 32. ഇനി നോക്കിയേ, ഇതിൻ്റെ ഇപ്പുറത്ത് 50/100 അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 100/50 ആവും അല്ലേ? അപ്പോൾ ഇൻറ്റു 100/50. ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എപ്പോഴും ഇതിൻ്റെ വ്യുൽക്രമം, അതായത് റെസിപ്രോക്കൽ, നമ്മൾ ആ ചാപ്റ്ററിൽ നന്നായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മറിച്ചിട്ട് ഗുണിക്കും. അതായത് 50/100 എന്നുള്ളത് 100/50 ഇത്രയേ ഉള്ളൂ. ഇനി നോക്കിയാൽ 0 0 ക്യാൻസൽ ചെയ്തു. 5 10 2 പ്രാവശ്യം അല്ലേ. അതായത് 32 × 2 എത്ര വരും, 64. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്, അവിടെ ആകെ എത്ര മരങ്ങളുണ്ട്, 64 മരങ്ങൾ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇതേ രൂപത്തിൽ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 5ാമത്തെ ചോദ്യം നോക്കിയാൽ, spends 8,400 rupees a month for food. It is 25,000 of his monthly earnings. What is his monthly earnings? അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു, 8,400 രൂപ അദ്ദേഹം എന്തിനു വേണ്ടി, ഫുഡ് അടിക്കാൻ വേണ്ടി ചെലവാക്കുന്നു. മനസ്സിലായി? അപ്പോൾ നല്ല ഫുഡ് അടിവീരനാണ് അദ്ദേഹം. ഒരു മാസം 8,400 രൂപയ്ക്കുള്ള ഫുഡ് അടിക്കുന്നുണ്ട്. ഇതെന്താ പറ്റുന്നത്, ഇറ്റ് ഈസ് 25% ഓഫ് ഹിസ് മന്ത്ലി ഏണിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസത്തിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ, ഇനി ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് ഒരു മാസം കിട്ടുന്ന വരുമാനത്തിൻ്റെ 25% ഈ 8,400. അപ്പോൾ നമുക്ക് വേണ്ട കാര്യം ഒന്ന് കിട്ടിയല്ലേ. അതായത് അദ്ദേഹത്തിൻ്റെ മാസത്തിലെ വരുമാനത്തിൻ്റെ, മാസവരുമാനത്തിൻ്റെ 25% 8,400. അങ്ങനെയാണെങ്കിൽ മാസവരുമാനം എത്ര? അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ മാസവരുമാനത്തിൻ്റെ 25% 8,400 അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ എഴുതാം. അതായത് മാസവരുമാനം, മന്ത്ലി ഏണിങ്സ് അല്ലേ. അപ്പോൾ മാസവരുമാനം, മന്ത്ലി ഏണിങ്സ്, അതിൻ്റെ എത്ര ശതമാനമാണ്, 25%, 25/100. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസവരുമാനത്തിൻ്റെ 25% എത്ര, അങ്ങ് ഒരു ഫുഡിന് വേണ്ടി ചെലവാക്കുന്ന 8,400. ക്ലിയർ ആയില്ലേ? ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, മന്ത്ലി ഏണിങ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ മന്ത്ലി ഏണിങ്സ്, മാസവരുമാനം = 8,400 അവിടെ ഉണ്ട്. അപ്പോൾ 8,400. ഇനി ബാക്കി ശ്രദ്ധിക്കുക, ഇൻറ്റു മറിച്ചിട അല്ലേ, 100/25. അപ്പം നോക്കി ഇവിടെ നമുക്ക് 100നെ 25 ഡിവൈഡ് ചെയ്യുക അല്ലേ. എത്ര പ്രാവശ്യം, 4 പ്രാവശ്യം. അപ്പം 8,400 × 4, 4.0 0 0 14 16 വായിക്കൊന്ന് 4 32 33. അപ്പോൾ അദ്ദേഹത്തിന് മാസത്തിൽ എത്ര വരുമാനമുണ്ട്, 33,600 രൂപ അദ്ദേഹത്തിന് വരുമാനമുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ വഴികളൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുപോലത്തെ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടത്. അപ്പോൾ നമുക്കിതിൽ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.